ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ M&M ടോക്സിന് ഞങ്ങൾ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെബിൽ പാർക്കും പിന്നെ ഗ്ലോ ഗാർഡനിലേക്കാണ്. അവിടെ ഞങ്ങൾ ആദ്യം പോയത് പറഞ്ഞു കഴിഞ്ഞാൽ സെബിൽ പാർക്കിലേക്കാണ്. അപ്പോൾ രാത്രിയാണ് വരെ സെബിൽ പാർക്കിൽ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നു. പിന്നെ ഫ്രെയിമിൻ്റെ സൈഡിൽ കൂടെയാണ് ഒരു പാലുണ്ട്, അത് കടന്നു കഴിഞ്ഞ് നമ്മുടെ ഗ്ലോ ഗാർഡനിലേക്ക് എത്തും. ഞങ്ങൾ സെബിൽ പാർക്കിലേക്ക് നടന്നു പോകട്ടോ. ആദ്യം ടാക്സി വിളിച്ചു. പിന്നെ സെബിൽ പാർക്കിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ വലിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ കുട്ടികളൊക്കെ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഫുട്ബോൾ ഈ ഭാഗത്താണ് കൂടുതലും കളിക്കാൻ. അപ്പോൾ അവിടെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പിന്നെ ഗാർഡൻ ഗ്ലോയിലേക്കാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈറ്റുകൾ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ചെറിയൊരു നടക്കണ ഒരു ഭാഗമുണ്ട്. അവിടെ അതേപോലെ നിറച്ച് റോസപ്പൂവിൻ്റെ ഷേപ്പിൽ ലൈറ്റുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സിംഹത്തിൻ്റെ അനിമൽസിൻ്റെ ഒക്കെ ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. ഓരോ പൂക്കളുടെയൊക്കെ ഓരോ ഷേപ്പിലൊക്കെ ഈ LED അങ്ങനെ വളച്ച് തിരിച്ചൊക്കെ വെച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതേപോലെ തന്നെ വേറൊരു വഴി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഈ ഹാർട്ട് ഷേപ്പിലും. അതിൻ്റെ മുകളിൽ കൂടെ കുറേ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇതൊരു ഒട്ടകം പോലെ ഒട്ടകത്തിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ CD വെച്ചിട്ട് അതിൻ്റെ നടുക്കിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇവിടുത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ലൈറ്റ് ഈ ക്യാമറയിലായതുകൊണ്ട് അധികം ഇങ്ങോട്ട് ബ്രൈറ്റ് ആയിട്ട് കാണാനില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നല്ല ലൈറ്റ് കണ്ട. പല ഡിസൈനിലൊക്കെയാണ് ഇത് കത്തുന്നത്. ഇത് കുട പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ ഈ പോണ വഴിയിൽ സൈഡിലൊക്കെ നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഫ്രെയിം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫ്രെയിം കാണുന്നത്. പിന്നെ മരങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതുമ്പോൾ കുടകൾ ചൈനീസ് കുട പോലത്തെ. പിന്നെ അറബിയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ആ സൈഡിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ഹാപ്പി ഫോറസ്റ്റ് എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി നോക്കി നിന്നു. ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. വേറെ സ്ഥലത്ത് അവിടെ ഒരു ഐസ് പോലത്തെ ഉണ്ടാക്കിയിട്ട് അതുമ്പോൾ നിറച്ച് ഇതൊക്കെ ബെയർന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞങ്ങൾ പറഞ്ഞില്ലേ, ആ ഭാഗം ഒന്ന് കാണിച്ചതാണ് ഹാപ്പി ഫോറസ്റ്റ് എന്ന് എഴുതിയത്. ഇങ്ങനെ കുടകളുടെ ഷേപ്പിലൊക്കെ ഉണ്ട്. പിന്നെ ഒരു ലൈറ്റുകൾ ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ പോകട്ടോ. അപ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ കൂടെ കളിക്കാൻ തോന്നും കേട്ടോ. അത് എത്തണ കാട്ടും മുന്നേ നമുക്ക് ഓടിയെത്താൻ തോന്നും. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു. പിന്നെ ഓരോ മരങ്ങളും അപ്പുറത്തെ സൈഡിൽ പൂക്കൾ വെച്ചിട്ട് അതും ബട്ടർഫ്ലൈ അങ്ങനത്തെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അത് ഞാൻ പറഞ്ഞ മരം പല കളറിലുണ്ട്. ഒന്ന് ഗോൾഡൻ, പിങ്ക്, പച്ച, നീല അങ്ങനത്തെ ഒക്കെ കളറിലുണ്ട്. പിന്നെ തുലിപ്പുകൾ ഒരു സൈഡിൽ. ഒരു മയിൽ നിൽക്കണ്ടായിരുന്നു. അതുമൊക്കെ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. കുറച്ച് നേരം അതൊന്ന് കാണിച്ചു തന്നുണ്ട്. ഏതാണ് ഞാൻ പറഞ്ഞ മയിൽ? വെള്ളത്തിൽ അതിൻ്റെ നിഴലടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞൊരു ഡൈനോസർ ഷോ ഉണ്ട്, അതൊക്കെ കാണാൻ ഞങ്ങൾ നിന്നു. അത് കണ്ടിട്ട് കുറേ കുട്ടികളൊക്കെ പേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ മയിലിൻ്റെ അതിൻ്റെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിലും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ഡൈനോസറിൻ്റെ അകത്ത് കിടക്കുന്ന ഭാഗമാണ്. ഞങ്ങൾ അതിൻ്റെ അകത്ത് കിടക്കാൻ പോവാണ്. അത് അതിൻ്റെ അകത്തുള്ളൊരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് മിച്ചുവിന് കയറാൻ പറ്റും കേട്ടോ ഗൈസ്. അതിൻ്റെ പിന്നിൽ ചെറിയൊരു ഓട്ടോ വെച്ചിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കയറിയിട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ
വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് അനിയത്തിയിരിക്കുന്നത്. ഞാൻ പേടിച്ചു. അങ്ങനത്തെ ഓരോ ഡൈനോസറിൻ്റെ വായയുടെ അകത്തുനിന്നൊക്കെ വരുന്ന പോലത്തെ രീതിയിലൊക്കെ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ട്. ഇതിങ്ങനത്തെ പല ഡൈനോസറുകളുടെ രൂപം വെച്ചിട്ട് അതിൻ്റെ തലയും കണ്ണൊക്കെ ഇങ്ങനെ തുറക്കും അടക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അതിൽ അവരുടെ സൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഡൈനോസർ ഷോ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഞങ്ങൾ വേറെ സൈഡിൽ നിന്നിട്ട് അച്ഛനായിരുന്നു വീഡിയോ എടുക്കണ്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ കണ്ട് പേടിച്ച് ഓടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേര് ഇങ്ങനെ എൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനത്തെ ഓരോ ഈ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ഡിസൈനിലൊക്കെ ലൈറ്റൊക്കെ വെച്ച് സൈഡിലുണ്ട് തത്തമ്മയൊക്കെ ഇരിക്കുന്നു. ആ മരത്തിൻ്റെ മേത്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. ആ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞ് മറ്റേ ഇതൊക്കെ ഉണ്ടാവില്ലേ, എന്നിട്ടാ ഈ കാർണിവൽ സിറ്റിയിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് ഒരു പെണ്ണിൻ്റെ മുഖം ഉണ്ടാക്കുക ഈ ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ നടക്കുന്ന ഒരു സ്ഥലം തന്നെ. ഇതൊക്കെ ലൈറ്റ് അതിൻ്റെ ഡിസൈൻ കണ്ടാ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ. മുകളിൽ മീനുകളാണ് ഉണ്ടാക്കുക. പിന്നെ അപ്പുറത്തൊരു ചായ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഈ ജഗ്ഗിന്ന് ചാടണ പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഉള്ളതുണ്ട്. കണ്ടോ, ഓരോ കപ്പിൽ നിന്ന് വേറെ കപ്പിലേക്ക് ഇങ്ങനെ ചാടി ഈ വെള്ളം അങ്ങനെ പോണതുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ കളിച്ച് നടക്കണ്ടായിരുന്നു. നല്ല രസമുണ്ടോ? ഇതിങ്ങനത്തെ ഫുൾ LED സ്ട്രിപ്പുകളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വേറെ ഇങ്ങനെ കളർ മാറിയിട്ട് വേറെ സ്പീഡുകളിലൊക്കെ ആയിട്ട് പോകും. കണ്ടോ? ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതെന്തിട്ടാന്ന് മനസ്സിലായി ഗൈസ്? നമ്മുടെ ഈ ഡിസ്പോസ് ചെയ്തിട്ടുള്ള കുറേ ഇൻസുലിൻ്റെ ബോട്ടിലുകൾ ഉണ്ടാവില്ലേ, വേസ്റ്റ്, അതൊക്കെ ഒരു പറക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ആർട്ട് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ ഇൻസുലിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കളറുകൾ നിറച്ചിട്ട് ഡിസൈനിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ വേറെ സ്ഥലത്തു നിന്ന് നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഇതിനെ കാണാൻ. ഈ പാണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ നല്ല ഭംഗിയില്ലേ. പിന്നെ ഞങ്ങൾ അതിന് തന്നെ ഇങ്ങനെ നോക്കി കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പുറത്ത് കണ്ട ഒരു എന്താ പറയുക, ഈ സ്റ്റൂള് പോലത്തെ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ട ഒരു മയിലിൻ്റെ ഷേപ്പാണ് ഈ ഇൻസുലിൻ്റെ ബോട്ടിലുകൾ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിലത്തെ ഓരോ ഈ ബോട്ടിലിൻ്റെ അകത്ത് ഓരോ കളറ് വെള്ളങ്ങളൊക്കെ നിറച്ചിട്ട് പിന്നെ ലൈറ്റ് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് തന്നെ വന്നു. കാരണം അവിടെ നിന്നൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അനിയത്തിക്ക് ഒന്നും കൂടി ഓടി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. ഇതാണ് ഞങ്ങൾ പിന്നെ വന്നിട്ട് എടുത്ത വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.